ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധവും മഹോന്നതവുമായ നാമത്തിന് നന്ദിയും മഹത്വവും കരയേറ്റുന്നു. ഏറ്റവും ആദരണീയനായ അഭിവന്യ മാർ മെത്രാപ്പൊലീത്ത തിയോഡോഷ്യസ് മാർ മെത്രാപ്പൊലീത്ത തിരുമേനി ഇന്ന് ഈ യോഗത്തിന് അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യനായ മത്യൂസ് മാർ മക്കാരിയോസ് തിരുമേനി, അഭിവന്യ പിതാക്കന്മാരെ, വികാജനറാളച്ചന്മാർ, ഏറ്റവും ആദരണീയരായ വൈദികർ, സുവിശേഷകർ, വിശ്വാസ സമൂഹമേ, ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. 130ാമത് മാരാമൺ കൺവെൻഷൻ്റെ രണ്ടാമത്തെ ദിവസം ഈ പ്രാരംഭ യോഗത്തിൽ ഒരുമിച്ച് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ ദൈവം നമുക്ക് അവസരം തന്നതിൽ ദൈവത്തെ സ്തുതിക്കാം. ദൈവം എത്ര കരുതലോടെ ഈ സഭയെ ഇത്രത്തോളം കാത്തുപരിപാലിക്കുന്നു. ദൈവത്തിൻ്റെ അനവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സഭയിലൂടെ ദൈവം നൽകിത്തരുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർക്കുന്നു. ഈ സഭയിൽ ഒരു എപ്പിസ്കോപ്പിയായി 1 വർഷം ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം എന്നെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്തു. ഈ ഒരു തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ നിർണയപ്രകാരവും സഭയിലെ വിശ്വാസ സമൂഹത്തിൻ്റെ പ്രാർത്ഥനയുടെ അനുഭവം എല്ലായ്പ്പോഴും ചേർത്ത് നിർത്തുന്നതായ പ്രിയപ്പെട്ടവരുടെ സ്നേഹവാത്സല്യങ്ങളൊക്കെ അനുഭവിപ്പാനായിട്ട് ഇടയായിത്തീരുന്നു. എല്ലാം ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ദാനവുമാകുന്നു. ഇന്ന് ഈ പ്രകാരം ഈ യോഗത്തിനും ഈ നാളുകളിലുള്ള വചന ശുശ്രൂഷയ്ക്കും ദൈവിക ശുശ്രൂഷകളിലും എന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ജീവിതത്തിൽ ബലഹീനതകളുടെ അനുഭവങ്ങളിൽ ദൈവം കരുത്തേകുന്നു, ശക്തി പകരുന്നു. കൂടെയിരുന്ന് എല്ലായ്പ്പോഴും വഴി നടത്തുന്ന ദൈവസാന്നിധ്യം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നു. വിശേഷാൽ ഇന്ന് ഈ യോഗത്തിൽ ഇപ്രകാരം ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽപ്പാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചതിനും അതിന് അനുവാദം തന്നതായിട്ടുള്ള മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ അഭിവന്യ പ്രസിഡന്റ് തിരുമേനി ഫിലിക്സിനോസ് തിരുമേനിയോടും സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ചുമതലക്കാരോടുമൊക്കെയുമുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനും ചിന്തകൾക്കുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. പിറ്റന്നാൾ അവൻ നയിൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിൻ്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവനമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാര, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. അവനെക്കുറിച്ചുള്ള സ്തുതി യഹൂദയിലൊക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം.
എൻ ജീവനാഥനാ എൻ പ്രിയ യേശുവേ, തിരുനാമമൊന്നു മാത്രമാണൻ ആത്മാവിനാനന്ദം. തിരുനാമമൊന്നു മാത്രമാണൻ ആത്മാവിനാനന്ദം. ഒരു മാത്ര നേരം പോലും പിരിയാത്ത മിത്രമായി, ഒരു മാത്ര നേരം പോലും പിരിയാത്ത മിത്രമായി, അരികെയാണെന്നെ ശരിയായ മാർഗത്തിൽ ഇടരാതെ മുന്നേറാൻ ഒളിയേകുക പാലകനെ. പരനെ തിരുകൃപയാൽ തവ ഗതിയെ അനുഗമിപ്പാൻ വരമേകുക പരമാത്മജ കരുണാമയ സദയം. എൻ ജീവനാഥനാ എൻ പ്രിയ യേശുവേ, തിരുനാമമൊന്നു മാത്രമാണൻ ആത്മാവിനാനന്ദം. തിരുനാമമൊന്നു മാത്രമാണൻ ആത്മാവിനാനന്ദം. ഞങ്ങളുടെ ആത്മാവിന് ആനന്ദം പകരുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് ദൈവമേ, നിനക്ക് സ്തുതിയും നിനക്ക് മഹത്വവും കരേറ്റുന്നു. ഒരു മാത്ര പോലും നിന്നെ പിരിഞ്ഞിരിപ്പാൻ ഞങ്ങൾക്ക് ഇടയാവരുതേ. നിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിപ്പാനായിട്ട് നീ ഞങ്ങളെ തുണയ്ക്കുന്നതോർത്ത് നീയോടെ സ്തോത്രം. 130ാമത് മാരാമൺ കൺവെൻഷൻ കർത്താവേ, ഞങ്ങളുടെ അനുഗ്രഹീതമായിട്ടുള്ള സഭയുടെ അനുഗ്രഹീതമായ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പമ്പാ നദിയുടെ വിരിമാറിൽ ഈ വർഷവും ക്രമീകരിക്കപ്പെടുവാനായിട്ട് ദൈവം കൃപ ചെയ്തതോർത്ത് നീയോടെ സ്തോത്രം. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഈ അന്തരീക്ഷത്തിൽ ചുറ്റുപാടും ഞങ്ങളുടെയൊക്കെയും ഹൃദയങ്ങളിൽ ഞങ്ങളുടെ കൂടിവരവിൽ കൂടെയിരുന്ന് ഞങ്ങളെ വചനത്തിൻ്റെ പൊരുൾ ഗ്രഹിപ്പാൻ തക്കവണ്ണം സഹായിക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. കൂടിവരവുകളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിച്ച് മാനിച്ച് കർത്താവെ, ഞങ്ങൾക്ക് സഭയായി ഒരുമിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ മുന്നേറുവാൻ, ദൈവനാമം മഹത്വപ്പെടുവാൻ ഈ കൺവെൻഷനിലൂടെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് ഞങ്ങൾ വായിച്ചതായിട്ടുള്ള ഈ ദൈവവചനം, അതിൻ്റെ പൊരുൾ ഗ്രഹിപ്പാനുള്ള ദൈവത്തിൻ്റെ കൃപയുടെ അത്യന്തമായുള്ള ശക്തി ഞങ്ങളുടെ മേൽ അവിടുന്ന് നൽകിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും കർത്താവെ, ഞങ്ങൾ ബലഹീനരാകുന്നു എന്നുള്ളത് തിരുസന്നിധിയിൽ സമ്മതിച്ചുകൊണ്ട് തിരുവൻപാകെ സമർപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ തിരുനാമം മഹത്വപ്പെടുവാനിടയാക്കണം. യേശുവിൻ നാമത്തിലുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. മുറിവേറ്റ ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈ ലോകത്തിൽ സൗഖ്യത്തിൻ്റെ ലേപനമാണ് ഓരോ വചന പ്രഘോഷണവും. പ്രത്യേകിച്ച് നാം ഇന്ന് ജീവിക്കുന്ന ലോകത്തിൽ ഒരുപാട് പേർ ശാരീരികമായി മുറിവേൽക്കുന്നവരുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വാക്കുകൊണ്ട് മുറിവേൽക്കുന്നവർ അനവധിയാണ്. വാക്കുകൾ മുറിപ്പെടുത്തുന്നതാണ്, എന്നാൽ വചനം സൗഖ്യമാക്കുന്നതാണ്. അതുകൊണ്ട് നാം ഇന്ന് ഇവിടെ ചേർന്ന് വന്നിരിക്കുമ്പോൾ ഈ മുറിവേറ്റ ലോകത്തിൽ സൗഖ്യദായകമായിട്ടുള്ള ഈ വചനം നമ്മെ സൗഖ്യത്തിലേക്കും ജീവനിലേക്കും വഴി നടത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവവചന പ്രഘോഷണമെന്ന് പറയുന്നത് നമ്മുടെ ചില മൊമെൻ്ററി സെൻറ്റിമെൻറ്റ്സ് നമ്മളിൽ ഉളവാക്കുന്ന ഒരു അനുഭവമായിട്ട് തീരുന്നതിന് വേണ്ടിയല്ല. ചില നൈർമിഷികമായിട്ടുള്ള വികാര പ്രകടനങ്ങളോ അല്ലെങ്കിൽ അനുഭൂതികളോ നമ്മളിൽ ഉണർത്തി അവിടെ അവസാനിച്ചു പോകുന്ന ഒരു അനുഭവമായി
വചനപ്രഘോഷണവും വചനവേദികളും തീരുവാനായിട്ട് ഉള്ള സാധ്യതയുണ്ട്. ഒരു കോമഡി ഷോ കണ്ട് മടങ്ങിപ്പോകുന്നത് പോലെയാണ് ഇന്ന് പല വചനവേദികളും നമുക്ക് മുമ്പിൽ ദൃശ്യമാകുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങളിൽ വചനം അതിനു വേണ്ടിയല്ല, അത് നമ്മിൽ ആഴമായിട്ടുള്ള സ്വാധീനം ചെലുത്തി നമ്മളിലൂടെ ചെയ്തെടുക്കേണ്ടതായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി അത് നമ്മളിലൂടെ ചെയ്തെടുക്കുവാൻ വേണ്ടി ദൈവവചനം നമ്മോട് നിരന്തരമായിട്ട് സംവദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എൻ്റർടൈൻമെൻറ്റ്സ് നമുക്ക് താൽക്കാലികമായിട്ടുള്ള സന്തോഷവും സുഖവും മാത്രമേ തരുന്നുള്ളൂ. എന്നാൽ വചനമോ നിലനിൽക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ, നിലനിൽക്കുന്നതായിട്ടുള്ള സന്തോഷം, താൽക്കാലികമായിട്ടുള്ള ഫലമല്ല, പിന്നെയോ നിലനിൽക്കുന്ന ഫലം. കർത്താവ് തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ. അതിന് ആവശ്യമായിരിക്കുന്നത് എന്താണ്? വചനം നമ്മളിൽ ക്രിയ ചെയ്യണമെങ്കിൽ, വചനം ഫലം കായ്ക്കണമെങ്കിൽ കർത്താവിനോടൊപ്പം നിലനിൽക്കുന്ന ഒരു സഖ്യത അല്ലെങ്കിൽ ഒരു സഖിത്വം നമുക്ക് ആവശ്യമാണ്. പത്രോസ് അതുകൊണ്ടാണ് കർത്താവിനോട് പറഞ്ഞത്, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നൽകി തരണമേ. ലോർഡ്, ഗിവ് us this bread always. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന് 34-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഒരു ആത്മീയമായ കൂട്ടായ്മ, ഒരു ആത്മീയമായ സഖിത്വം ക്രിസ്തുവിനോടൊപ്പം നമുക്ക് ജീവിതത്തിൽ പാലിക്കുന്നതിന് സാധിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിനോടൊപ്പമുള്ള കൂട്ടായ്മയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് മറ്റ് ദുഷ്ടവ്യാപാരങ്ങളോടൊരിക്കലും സഖ്യത കൂടുവാൻ സാധിക്കുകയില്ല. ദൈവത്തോടുള്ള കൂട്ടായ്മയും ദുഷ്ടവ്യാപാരങ്ങളോടുള്ള കൂട്ടായ്മയും നമുക്കൊരുപോലെ ജീവിതത്തിൽ പാലിച്ചു കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഹങ്കർ നോട്ട് ഫോർ ദ ഫുഡ് ദാറ്റ് പെരിഷസ് ബട്ട് ഫോർ ദ ഫുഡ് വിച്ച് എൻഡ്യൂർസ് ടു എറ്റേണൽ ലൈഫ്. നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, പിന്നെയോ നിലനിൽക്കുന്നതായ ആഹാരത്തിന് വേണ്ടി എല്ലായ്പ്പോഴും കാംക്ഷിക്കുന്നവരായിരിക്കും. സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. ദൈവവുമായിട്ടുള്ള ഒരു വിശുദ്ധ ബന്ധം ഇന്ന് നമുക്ക് സാധ്യമാണോ? അല്ലെങ്കിൽ നമുക്കത് സാധിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ഒരു ഹോളി ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗോഡ്, അതിനുവേണ്ടി നാം നമ്മുടെ കർത്താവുമായിട്ടുള്ള സഖിത്വം, ആ ഒരു ബന്ധം നമ്മുടെ തലമുറകളുമായി നമുക്ക് പങ്കുവയ്ക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആ ഒരു സഖിത്വമാകട്ടെ നമ്മുടെ ഈ വചന കേൾവിയുടെ അനുഭവം എന്ന് പറയുന്നത്. ദൈവം സംസാരിച്ചിട്ടുള്ളതും ദൈവം ഇടപെട്ടിട്ടുള്ളതും കർത്താവിലൂടെ ലോകത്തിന് വെളിപ്പെട്ടതുമായിട്ടുള്ള ഈ വചനം, ദൈവത്തെ പറ്റിയുള്ള ഈ വചനം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ജീവൻ്റെ ആനന്ദത്തിൻ്റെ ഉറവിടവും അനുഭവമാക്കി തീർക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്കിഷ്ടമുള്ള ആരെക്കുറിച്ചെങ്കിലും അല്ലെങ്കിൽ നമ്മോട് ഇഷ്ടമുള്ള ആരെക്കുറിച്ചെങ്കിലും സംസാരിക്കുമ്പോൾ അത് നമ്മളെ കേട്ടിരിപ്പാനായിട്ട് വളരെയധികം താല്പര്യപ്പെടും. ഇന്നെന്തുകൊണ്ടാണ് വചനം കേൾക്കുവാനായിട്ട് ആളുകൾ വരുന്നത്? ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിനെ, ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച യേശുവിനെ പ്രസംഗിക്കുന്നത് കൊണ്ടാണ് വചനം നമുക്ക് ഇമ്പമുള്ളതായിട്ട് തീരുന്നത്. അവൻ നമ്മുടെ ജീവൻ്റെ ആനന്ദമായി തീരുമ്പോഴാണ് വചന കേൾവി നമ്മുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധം പുലർത്തുന്ന അനുഭവമായി തീരുന്നത്. നമ്മുടെ ഇഷ്ടമുള്ള വാക്കുകളല്ല ഇന്ന് എന്തോ ഇന്നത്തെ കാലത്തിൻ്റെ വൈപരീത്യം എന്ന പോലെ നമുക്കിഷ്ടമുള്ളവരുടെ കാര്യമല്ല ഇന്ന് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്. പിന്നെയോ നമുക്കിഷ്ടമില്ലാത്ത ആളുകളെക്കുറിച്ചാണ് ഇന്ന് കൂടുതലായി നാം സംഭാഷിക്കുന്നതും നാം കേൾക്കുവാൻ താല്പര്യപ്പെടുന്നതും എന്നുള്ളതാണ് ഇന്നിൻ്റെ ഒരു വിധി വൈപരീത്യം. അങ്ങനെയുള്ള ഒരു ലോകത്തിൽ യേശു ക്രിസ്തുവിനെ പറ്റി അറിയുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്കുള്ള വാഞ്ച വളരെയധികം വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നാം സാധാരണ ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ പറയാറുണ്ട്, താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു എന്ന്. ജീവിച്ചിരുന്നപ്പോൾ എത്ര പേരാണ് ഈ കർത്താവിൽ പ്രിയം വെച്ചത്? ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇത്രമാത്രം പ്രിയം കർത്താവിനോടുണ്ടോ? നമ്മൾ പിന്നെ സ്വാഭാവികമായ ഒരു ഭാഷയിൽ അങ്ങനെ പറയും, താൻ പ്രിയം വെച്ച കർത്താവെന്ന്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിനോടുള്ള പ്രിയം
അവൻ്റെ വചനം കേൾക്കുവാനുള്ള പ്രിയം നമ്മുടെ ജീവിതത്തിൽ അനുദിനം വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണ്. ഇവിടെ നമ്മൾ വായിച്ചതായിട്ടുള്ള ഈ ദൈവവചനം പല പ്രാവശ്യം നമ്മൾ വായിക്കുകയും വചനം കേൾക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. നയീൻ എന്ന പട്ടണത്തിലേക്ക് യേശു ക്രിസ്തുവും ശിഷ്യന്മാരും വളരെ പുരുഷാരവും യേശുവിനോടൊപ്പം നടന്നെടുക്കുന്നതായിട്ടുള്ളൊരു കാഴ്ചയത്രേ ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവളുടെ ഭർത്താവ് മരിച്ച് വിധവയായി തീർന്ന ഒരു സ്ത്രീ, അവളുടെ ഏക മകനും മരിച്ചു. ഒന്നുമില്ലായ്മയുടെ ആഴക്കയങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ട ജീവിതം വട്ടപൂജ്യമായി തീർന്നുപോയ ഒരു സ്ത്രീയുടെ കഥയാണ് ഇവിടെ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. തൻ്റെ ഭർത്താവ് മരിച്ചു, തൻ്റെ ഏക ആശ്രയമായിരുന്നതായ മകനും മരിച്ചതായ പ്രത്യേകമായിട്ടുള്ള അനുഭവം. ആ മകനെയും ആ മരിച്ചതായിട്ടുള്ള ആ ശവവും ചുമന്നുകൊണ്ട് ആളുകൾ എതിർപ്പെടുന്നതായിട്ടാണ് ഈ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള യേശുവിനെ മുമ്പിൽ കാണുന്നതായിട്ടുള്ള രംഗമെന്ന് പറയുന്നത്. യേശു അതിൻ്റെ മധ്യത്തിൽ നൽകിയതെന്താണ്? അവരുടെ ജീവിതത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെ അനുഭവം, ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ അനുഭവം, തനിക്ക് നൽകാവുന്നതിൽ ഏറ്റവും മെച്ചമായിട്ടുള്ള അനുഭവം താൻ യേശു അവരുമായി പങ്കിടുന്നു എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. ജീവൻ്റെ സമൃദ്ധിയിലേക്ക് നയിക്കുന്നതായ അനുഭവം, കരുതലിൻ്റെ കരം നീട്ടുന്നതായ യേശു, മനസ്സലിയുന്നതായ യേശു, അതാണ് നമ്മുടെ ചിന്തയുടെ ആധാരമെന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞു, ഐ ഹാവ് കം ദാറ്റ് ദേ മേ ഹാവ് ലൈഫ് ആൻഡ് ലൈഫ് ഇൻ അബണ്ടൻസ്. ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും നിങ്ങൾക്ക് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ വന്നിരിക്കുന്നത് എന്ന് കർത്താവ് പറഞ്ഞു. മരണവും എന്നതും ജീവൻ എന്നതും ഇത് രണ്ടും മനുഷ്യാസ്തിത്വത്തിൻ്റെ രണ്ട് ധ്രുവങ്ങളാണ് എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. യേശു അവൻ മരണത്തിന്മേലും ജീവന്മേലും അധികാരമുള്ളവനാണ് എന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നവരാണ്. എന്നാൽ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന യാഥാർത്ഥ്യത്തെ നിസ്സഹായ അവസ്ഥയോടുകൂടെ മാത്രമേ നോക്കി നിൽക്കുവാനാകത്തുള്ളൂ. പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ നമുക്ക് ആ ദുഃഖത്തിൽ പങ്കുചേരുവാൻ സാധിക്കുമെന്നുള്ളതല്ലാതെ അവിടെ നമുക്കതിനപ്പുറമായിട്ട് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ജീവൻ്റെ പ്രഘോഷണവും പ്രഖ്യാപനവും സാധ്യമായിത്തീരുന്ന ഒരു ഇടപെടൽ, ഒരു എൻകൗണ്ടർ, അതത്രേ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. മൃതശരീരത്തോടുള്ള ആദരവ് പൊതുവെ എല്ലാ സംസ്കാരത്തിലും മനുഷ്യൻ പാലിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. യഹൂദ സംസ്കാരത്തിലും അങ്ങനെ തന്നെയായിരുന്നു. മൃതശരീരവുമായി കടന്നു പോകുമ്പോൾ അതിനോട് അനുബന്ധിച്ച് ഒരു വിലാപയാത്രയുണ്ട്. 30 ദിവസം നീണ്ടു നിൽക്കുന്ന വിലാപം ആളുകളെ കടമെടുത്ത് അല്ലെങ്കിൽ കൂലി കൊടുത്ത് വിലപിക്കുന്നതായിട്ടുള്ള ഭവനാന്തരീക്ഷങ്ങളും നിലനിൽക്കുമ്പോൾ ഇവിടെ ഇതാ ഈ സ്ത്രീയെ സംബന്ധിച്ചോളം വിധവയായി ഒന്നുമില്ലാത്തവളായി തീരുന്ന വിധവയായിട്ടുള്ള ആ സ്ത്രീയെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമുള്ള സാധ്യതകളുള്ള സ്ത്രീയല്ല. പിന്നെയോ അവളോടൊപ്പം പങ്കുചേരുന്നതായ ഏതാനും കുറച്ച് ചില ആളുകൾ. വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിച്ചത് അനുഭവത്തിൽ എനിക്ക് അറിയുവാനായിട്ട് സാധിച്ചത്, ഗ്രാമത്തിൽ ആരെങ്കിലും മരിച്ചാൽ ആ ഗ്രാമത്തിലുള്ളവർ അവരോടൊപ്പം ജാതി മത ഭേദമന്യേ ശവശരീരവുമായി കടന്നു പോകുമ്പോൾ അവരോട് ഒപ്പം വിലാപയാത്രയായിട്ട് നടന്നു പോകുന്നു. കൂടെയുള്ളവർ പങ്കുചേരുന്നു. അവിടെ ചെന്ന് മുഴുവൻ ചടങ്ങുകൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ അവരൊക്കെ ഭവനങ്ങളിലേക്ക് കുളിച്ച് കയറുന്നുള്ളൂ. ഈ ഒരു മരിച്ച വ്യക്തിയോടുള്ളതായ, ആ കുടുംബത്തോടുള്ളതായ വലിയ സഹതാപ നിറഞ്ഞതായിട്ടുള്ള ഒരു അനുഭവമാണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. എന്നാൽ യേശു ഇവിടെ ഈ മരണത്തെ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള അവസ്ഥ, അത് ജീവൻ്റെ സുവിശേഷമായി കടന്നു വന്ന യേശുവിൻ്റെ ജീവനാണ് ഇവിടെ ആ മരിച്ചുപോയ മകന് നൽകിക്കൊണ്ട് അവനെ ഉയർപ്പിക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ സജീവതയും ജീവനും വിലാപയാത്രയും ഒരേ രീതിയിൽ സമാന്തരമായി ഒരു യാത്രയായിട്ട്
തീരുവാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. മരണത്തിൻ്റെ ശക്തികളും മരണസംസ്കാരവും യേശുവിൻ്റെ ജീവൻ്റെ സുവിശേഷവും ഒരുപോലെ ഒരുമിച്ച് യാത്ര ചെയ്ത് മുന്നേറുക അസാധ്യമാണ്. എന്നാൽ അതിന് എതിർപ്പെട്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു അതാണ് ഇവിടെ ചെയ്യുന്നത്. കർത്താവായ യേശു ക്രിസ്തു പ്രസംഗിക്കുന്നതായിട്ടുള്ള ജീവൻ്റെ സുവിശേഷം, നമ്മളും അതാണ് എവൻഗേലിയോൻ വായിച്ചുകൊണ്ട് പറയുന്നത്. നമ്മുടെ കർത്താവിൻ്റെ രക്ഷാസുവിശേഷം, ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ അറിയിക്കുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം എടുത്ത് ഉയർത്തുന്നത്. അതുകൊണ്ടാണ് എവൻഗേലിയോൻ സമയത്ത് എല്ലാവരും എഴുന്നേൽക്കുന്നത്. ഈ അമ്മയ്ക്കാകട്ടെ ഈ മകനെ തിരിച്ച് നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവൾക്ക് അവളുടെ ജീവിതം തന്നെയാണ് തിരികെ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തുകയാണ്. മരിച്ച മക്കളുടെ ഓർമ്മകളുമായി ചിലപ്പോൾ മൃതപ്രായരായോ മറ്റു ചിലപ്പോൾ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയവരായിട്ടുള്ള മാതാക്കളും ഒരുപാട് മാതാപിതാക്കളും ഉള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. എന്നാൽ ഇവിടെ അതിന് സമാനമായിരിക്കുന്ന ഈ വിധവയുടെ മകൻ അവൻ്റെ അമ്മയ്ക്ക് ഏക അത്താണിയായിരിക്കുന്ന ആ മകൻ്റെ ജീവൻ തിരികെ നൽകുന്നു. ജീവൻ എന്താണ്, മരണം എന്താണ്? നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ ആഴത്തിലുള്ള അർത്ഥമാണ് ഈ രണ്ട് പദങ്ങൾക്കുമുള്ളതെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് മരണമെന്ന് പറയുന്നത് ഒരു സജീവമായ ബന്ധത്തിൽ നിന്നുള്ള വേർപിരിയലാണ്. ആ സജീവമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ആരുമായിട്ടാണ്? ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധമാണ്. എ ലിവിങ് റിലേഷൻഷിപ്പ്, അതിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ യേശുക്രിസ്തുവിൽ ജീവിക്കുന്നവർ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും മരിക്കയില്ല എന്ന് കർത്താവ് പറഞ്ഞത്. ഈ സജീവമായിട്ടുള്ള ബന്ധം അവിടെ അറ്റുപോകുന്നതായ അനുഭവമല്ല. എന്നാൽ ഇന്ന് പലരും ജീവിച്ചിരിക്കുമ്പോൾ പോലും മൃതരായിരിക്കുന്ന അനുഭവത്തിലായിരിക്കുന്നത്. ഈ ദൈവവുമായിട്ടുള്ള ബന്ധവും പരസ്പരം മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധവും അറ്റുപോയ അനുഭവത്തിലാണ്. ആ അനുഭവത്തിൽ തന്നെയാണല്ലോ കർത്താവിൻ്റെ പറഞ്ഞതായ സുന്ദരമായ മനോഹരമായ ഒരു ഉപമ. ആ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ പറയുന്നത്, ആ പിതാവ് തൻ്റെ മകൻ തിരിച്ചു വരുന്നതായിട്ടുള്ള സമയത്ത് പറയുന്നു, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, അവനിതാ വീണ്ടും ജീവിച്ചിരിക്കുന്നു. മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതായ അവൻ്റെ സ്വാർത്ഥതയുടെ വഴികളാണ് മരണത്തിൻ്റെ വഴികളെന്ന് സുവിശേഷം ദൈവവചനം നമ്മോട് പ്രഘോഷിക്കുന്നു. മനുഷ്യൻ തിരഞ്ഞെടുത്തത് ആദ്യമേ തന്നെ ഈ മരണത്തിൻ്റെ വഴിയാണ്. ദൈവത്തോടുള്ള ബന്ധം അവൻ ഇല്ലാതെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് മുന്നേറുമ്പോൾ മരണത്തിൻ്റെ പാതയിലാണ് നമ്മളെന്നുള്ളത് ഓർത്തിരിക്കണം. നമ്മുടെ സ്വാർത്ഥത തേടിയുള്ള യാത്ര, നമ്മുടെ സഹോദരനെ കാണാതെ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തിയുള്ള നമ്മുടെ യാത്ര മരണത്തിലേക്കുള്ള യാത്രയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് കട്ട് ഓഫ് ഫ്രം ഓൾ റിലേഷൻഷിപ്സ് എന്നുള്ളതായിട്ടുള്ള അർത്ഥത്തിലാണ് വിശുദ്ധ വേദപുസ്തകം ഈ മരണത്തെപ്പറ്റി നമുക്ക് നൽകുന്നതായിട്ടുള്ള ദർശനം എന്ന് പറയുന്നത്. ജീവനുള്ളവരായി ഈ ലോകത്തിന് ജീവൻ നൽകുന്നതിന് വേണ്ടി, ജീവൻ്റെ വചനം പ്രഘോഷിക്കുന്നതിന് വേണ്ടി ദൈവം തമ്പുരാൻ ഈ സഭയെ ആക്കിയിരിക്കുന്നു, നമ്മെ ഓരോരുത്തരെയും ഇന്ന് ആക്കിയിരിക്കുകയാണ്. അതിനെന്താണ് ആവശ്യമായിരിക്കുന്നത്? യേശു നമ്മുടെ ഉള്ളിൽ ജനിക്കേണ്ടിയിരിക്കുന്നു. മരണസംസ്കാരം വളരുന്നിടത്ത്, മരുഭൂമികളായി ഹൃദയങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, അല്പം പച്ചപ്പ് സൂക്ഷിക്കുന്ന വ്യക്തികളായി നമ്മുടെ ഹൃദയങ്ങളിൽ ഈ വചനത്തിന് ഇടം നൽകുന്നവരായി തീരുമ്പോൾ, വചനം നൽകുന്നതായിട്ടുള്ള ബലത്തിലും ക്രിസ്തുവിൽ പുതുതാക്കപ്പെടുന്നതായ അനുഭവത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ വ്യാപാരത്തിലും നമുക്ക് ജീവൻ നിലനിർത്തുവാൻ തക്കവണ്ണം, മറ്റുള്ളവർക്ക് സജീവത പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നാം പറയുന്നത്, ഞങ്ങളുടെ ശ്വാസം നിൻ്റെ വാസന കൊണ്ട്
നിറയപ്പെടുകയും ഞങ്ങളുടെ വായ നിന്നെ സ്തുതിപ്പാനായി തുറക്കപ്പെടുകയും ചെയ്യണമേ. നമ്മുടെ ശ്വാസവും ഉച്ഛ്വാസവും ഒരുപോലെ ജീവനെ നിലനിർത്തുന്ന അനുഭവങ്ങളായിത്തീരണം. ഇന്ന് നമുക്ക് അതിന് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ശ്വാസ ഉച്ഛ്വാസങ്ങൾ മറ്റൊരാളെ ജീവനിലേക്ക് നയിക്കുന്നതോ അതോ മറ്റൊരാളെ നാശത്തിലേക്കും മരണത്തിലേക്കും നയിക്കുന്നവയോ? നമ്മൾ സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിൽ വായിക്കുന്നു, സാക്ഷ്യപേടകത്തിൻ്റെ അരികെ ഇരുന്നതായിട്ടുള്ള മഹരോൻ്റെ വടി പൊട്ടിമുളച്ച് അത് തളിർത്ത് ബദാം ഫലം കായ്ച്ചിരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. ദൈവത്തിലുള്ള ദൈവത്തിൽ അകന്ന ചിന്തകൾ നമ്മെ മൃതരാക്കി തീർക്കുമ്പോൾ, നമുക്ക് ജീവൻ നഷ്ടപ്പെട്ട അനുഭവത്തിൽ നമ്മെ കൊണ്ടെത്തിക്കുമ്പോൾ, നമുക്ക് നിലനിൽപ്പില്ലാതെ നാം മൃതരായി തീരുന്നതായിട്ടുള്ള അനുഭവങ്ങളിൽ ദൈവത്തോട് നാം പറ്റിച്ചേർന്നിരിക്കുമ്പോൾ, നാം ജീവനുള്ളവരായി, പച്ചപ്പുള്ളവരായി, ജീവൻ്റെ തുടിപ്പുകൾ മറ്റുള്ളവർക്ക് നൽകുന്നവരായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യേശു തൻ്റെ ജീവൻ നൽകി മരണത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്നു. അവൻ നമുക്ക് ഏറ്റവും മെച്ചമായിട്ടുള്ളത് നമുക്ക് വേണ്ടി നൽകി എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. അതെന്താണ്? തൻ്റെ സ്വന്തം ജീവനാണ് നമുക്ക് വേണ്ടി നൽകിയത്. എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയും ഇൻഫോസിസ് ഫൗണ്ടേഷനിലൂടെ നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത സുധാമൂർത്തിയെപ്പറ്റി ഒരുപാട് അവരെഴുതിയ പുസ്തകങ്ങളിലൂടെയൊക്കെയും നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ മലയാളത്തിൽ അവരുടെ കഥകളൊക്കെ ചേർത്തെഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേര് ഉള്ളിൽ നിന്നുള്ള ഉറവകൾ എന്നാണ്. ഗുജറാത്തിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതായിട്ടുള്ള വേളയിൽ ആ ഭൂകമ്പത്തിൻ്റെ സംഹാരതാണ്ഡവമാടിയ ആ പ്രദേശങ്ങളിലൂടെ അവർ യാത്ര ചെയ്ത് മുന്നേറുമ്പോൾ എല്ലാം നഷ്ടപ്പെടുത്തി നാമാവശേഷമായിരിക്കുന്ന അനുഭവങ്ങളിൽ ഗ്രാമത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലൂടെ അവർ യാത്ര ചെയ്യുമ്പോൾ ടാർപോളിൻ വലിച്ച് കെട്ടി, അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചു കെട്ടി അതിജീവനത്തിൻ്റെ ചെറിയ ചെറിയ അടയാളങ്ങൾ അവിടെയായിട്ട് ശേഷിച്ച് കാണുമ്പോൾ, അപ്രകാരമുള്ള ഒരു സ്ഥലത്തേക്ക് ഈ സുധാമൂർത്തി കടന്നു ചെല്ലുമ്പോൾ അവിടെ കുറച്ച് കുട്ടികൾ മാത്രം ഒരു വീട്ടിൽ, ആ വീട്ടിൽ ഉള്ള മുതിർന്ന കുട്ടിയോട് കാര്യങ്ങളൊക്കെ അവരുടെ അപ്പോഴത്തെ സ്ഥിതിയൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നു. വളരെ അതിദാരുണമായിട്ടുള്ള അനുഭവങ്ങളിൽ സങ്കടങ്ങളിൽ പെടുന്നതായിട്ടുള്ള ആ പ്രദേശത്തുള്ള ആളുകൾ. അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ അവർ ചെന്ന് അവരോട് സംസാരിക്കുമ്പോൾ കുട്ടികളെയെല്ലാം വീട്ടിലാക്കിയിട്ട് മാതാപിതാക്കൾ മറ്റു ജോലിക്ക് പോയിരിക്കുകയാണ്. ആ മൂത്ത കുട്ടി പറയുകയാണ്, നിങ്ങൾക്കിതെല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെയുള്ള ഖേദം പ്രകടിപ്പിക്കുമ്പോൾ ആ മൂത്ത കുട്ടി പറയും, ഞങ്ങൾക്കൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്കൊന്നും തന്നെ നഷ്ടപ്പെടാനില്ല, പിന്നെന്താണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്? ഞങ്ങൾക്കൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടേനെ, ഞങ്ങൾക്കൊന്നുമില്ല, പിന്നെ ഞങ്ങൾക്ക് എന്ത് നഷ്ടപ്പെടാനാണ്? നഷ്ടപ്പെട്ട് ഉള്ളതോർക്ക് മാത്രമല്ല, നഷ്ടപ്പെട്ടതിൽ ഭയവും ആശങ്കയും വരേണ്ടതുണ്ടോ? എന്നാൽ ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചതായിട്ടുള്ള സുധാമൂർത്തിയുടെ ജീവിതത്തിൻ്റെ അനുഭവത്തെപ്പറ്റി നമ്മളവിടെ വായിക്കുമ്പോൾ കാണുന്നത്, അക്ഷരാഭ്യാസമില്ലാത്ത തൻ്റെ വല്യമ്മ ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുത്തതായ ഒരു ഉപദേശം. അവൾ, ആ വല്യമ്മയാകട്ടെ സ്കൂളിൽ പോയി പോലും പഠിച്ചിട്ടില്ലാത്തതായിട്ടുള്ള സ്ത്രീയാണ്. അവർ പറഞ്ഞു കൊടുത്ത ഉപദേശമോ, കുഞ്ഞെ ആർക്കെങ്കിലും എന്തെങ്കിലും നിനക്ക് നൽകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മെച്ചമായത് നീ അവർക്ക് വേണ്ടി നൽകണം. കുഞ്ഞെ, നീ എന്തെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി നൽകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മെച്ചമായത് നീ മറ്റുള്ളവർക്ക് നൽകണം. ഒന്നുമില്ലായ്മയുടെ ആഴക്കയങ്ങളിലേക്ക് ഇറങ്ങിപ്പോയതായിട്ടുള്ള ഈ നയിനിലെ വിധവയായിട്ടുള്ള സ്ത്രീയുടെ മുൻപിലും യേശു തിരികെ നൽകുന്നത് അവൾക്കും അവളുടെ മകനും ജീവൻ്റെ അനുഭവങ്ങളാകുന്നു. യേശു പകുത്തു നൽകുന്ന ജീവൻ്റെ അനുഭവങ്ങളെ ഇന്ന് നമുക്ക് പകുത്തു നൽകുവാനായിട്ട് സാധിക്കുമോ? നമുക്ക് ഏറ്റവും മെച്ചപ്പെട്ട നമുക്ക് നൽകാവുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ്.
മറ്റുള്ളവർക്ക് വേണ്ടി പകുത്തു നൽകുവാൻ നമ്മളിലുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നാം തന്നെയാകുന്നു. ഒരു കാലത്ത് ഇരുണ്ട ഭൂഖണ്ഡമെന്ന് വിശേഷിപ്പിച്ചിരുന്ന ആഫ്രിക്കയിൽ മിഷണറി ഡോക്ടറായി കടന്നുപോയ ആൽബർട്ട് ഷേറ്റ്സറിൻ്റെ ജീവിതമൊക്കെ നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ജീവിതമാണ്. തൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴുങ്ങി വയ്ക്കുവാനായിട്ട് തന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? തൻ്റെ ചെറുപ്പകാലത്ത് ലഭിച്ചതായിട്ടുള്ള ചില സ്വാധീനങ്ങളാണ്. തൻ്റെ ജീവിതത്തെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തിയതായ ഏതാനും കാഴ്ചകളാണ്. തൻ്റെ ജീവിതം ചുറ്റുപാടുമുള്ള ദുരന്ത കാഴ്ചകൾക്ക് മുൻപേ പ്രാകൃതരായിരിക്കുന്ന ആളുകളുടെ മധ്യത്തിൽ ഒരു ദൈവദൂതനെ പോലെ കടന്നു ചെന്ന് ശുശ്രൂഷ ചെയ്തതായിട്ടുള്ള അനേകരെ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവന്നതായിട്ടുള്ള ആൽബർട്ട് ഷേറ്റ്സറിൻ്റെ ജീവിതം, അതുപോലെ എത്രയെത്ര മിഷണറിമാരുടെ ജീവിതമാണ് ഈ കാലഘട്ടത്തിലൊക്കെയും നമ്മൾ വിവിധ അനുഭവങ്ങളിലൂടെ വായിച്ചും മനസ്സിലാക്കിയും അറിയുന്നത്. അതുകൊണ്ട് മനസ്സിൽ ഒരൽപ്പം പച്ചപ്പ് സൂക്ഷിക്കുന്നവരായിട്ട് നാം തീരണം. വിശ്വാസ സമൂഹമായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഈ ഒരു വലിയ ദൗത്യത്തിന് വേണ്ടിയാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് കർത്താവ് പറയാണ്. എൻ്റെ വിശ്വസിക്കുന്നതിനുള്ളിൽ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഈ ഒരു ജീവജലത്തിൻ്റെ നദികളായി ഒഴുകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം പലപ്പോഴും അല്പം വാട്ടമുണ്ടെന്ന് തോന്നുന്നിടത്ത് അല്പം വെള്ളമൊഴിച്ച് നനച്ച് അതിനെ സജീവതയിലേക്ക് കൊണ്ടുവരാമെന്ന് ചിന്തിക്കാറില്ല. പിന്നെയോ അതിനെ തീയിട്ടങ്ങ് നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അതാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത്. അല്പം എവിടെയെങ്കിലും വാട്ടമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ജീവനെ പരിരക്ഷിക്കാതെ തീയിട്ട് നശിപ്പിച്ച് കളയുന്നതായ സമീപനമാണോ നമുക്ക് ഉള്ളത് എന്നുള്ളത് നാം നമ്മെ തന്നെ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ജീവൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന നമുക്ക് ജീവൻ്റെ പരിരക്ഷകരായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും ജീവനുതുക ജീവനായക ജീവനാളമായെരിഞ്ഞു തീരുവാൻ ജീവനുതുക ജീവനായക ജീവനാളമായെരിഞ്ഞു തീരുവാൻ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിൽ. കർത്താവ് ആ പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു വലിയ പുരുഷാരം അവളോട് കൂടെ ഉണ്ടായിരുന്നു. ആ വിധവയായിരിക്കുന്ന ആ സ്ത്രീ, അവൾക്ക് ഏകജാതനായിരിക്കുന്ന മകൻ, ആ മകൻ്റെ മരണത്തിൻ്റെ അനുഭവങ്ങളിൽ കടന്നു ചെന്ന് അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു എന്ന് 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറയുന്നതായിട്ടുള്ള കർത്താവ്. യേശു ക്രിസ്തുവിൻ്റെ മനസ്സലിവിൻ്റെ വാക്കുകൾ, നീ കരയേണ്ട, മരിച്ചവനോട് പറയുന്നു നീ എഴുന്നേൽക്കുക. മരണ സംസ്കാരത്തിൽ നിന്ന് ഒരു ഉയർപ്പിൻ്റെ സംസ്കാരത്തിലേക്ക് ഈ ജീവിതത്തെ നയിച്ചത് യേശു ക്രിസ്തുവിൻ്റെ മനസ്സലിവിൻ്റെ ആർദ്രതയുടെ ഭാവമാണ് എന്ന് സുവിശേഷങ്ങളിൽ മറ്റു പലയിടത്തും പരാമർശിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇവിടെയും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ അനുകമ്പ മൃതരായ വ്യക്തികളെ എഴുന്നേൽപ്പിക്കുവാൻ യേശുവിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മെയും അതിന് പ്രാപ്തരാക്കി തീർക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ ധൂർത്തനായിരിക്കുന്ന മകനെ അവൻ്റെ മരണാവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് അവൻ്റെ പിതാവിൻ്റെ അനുകമ്പയോടും വാത്സല്യത്തോടും ആർദ്രതയോടും കൂടെയുള്ള ഇടപെടലായിരുന്നു എന്ന് നമുക്ക് കാണും. ഈ നഗരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതായിട്ടുള്ള യേശു കാണുന്നത് ഈ മരിച്ച മകനെയും കൊണ്ട് വരുന്നതായ
അനുഭവവും അതുപോലെ തന്നെ ഈ വ്യാകുലപ്പെടുന്നതായിട്ടുള്ള ഈ സ്ത്രീയുടെ അനുഭവമാകുന്നു. കരയേണ്ട എന്ന് അവളോട് പറയുന്നു. ആ കരുണാർദ്രമായിരിക്കുന്ന മിഴികൾ എപ്പോഴും അങ്ങനെയുള്ളവരെ തേടിയാണ് പോകുന്നത്. നഗരത്തിൽ എന്തെല്ലാം കാഴ്ചകളുണ്ട്. നമുക്കിന്ന് നമ്മുടെ കാഴ്ചകൾ എവിടെയൊക്കെയാണ് ചെന്നെത്തുന്നത്? നഗരത്തിൽ മറ്റനേക കാഴ്ചകൾ ഉണ്ടായിരിക്കാം. എന്നാൽ യേശുവിൻ്റെ കരുണാർദ്രമായ കണ്ണുകൾക്ക് ആ നഗരത്തിലെ മറ്റു കാഴ്ചകളിലേക്കല്ല പോകുന്നത്, മനുഷ്യൻ്റെ നിസ്സഹായതയുടെ അനുഭവങ്ങളിലേക്കാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിലാപയാത്രയിലേക്ക്, ആ വിലാപയാത്രയിൽ ചേർന്നവരിലേക്ക്, വിധവയുടെ ക്ഷീണിച്ച് മൃതപ്രായമായിരിക്കുന്ന അവസ്ഥയിലേക്ക് യേശുവിൻ്റെ കരുണാർദ്രമായ കണ്ണുകൾ ചെന്നെത്തുന്നു എന്ന് നമ്മളിവിടെ വായിക്കുകയാണ്. ക്രൂരമായ ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ യേശുവിന് ഏൽക്കേണ്ടി വന്ന കുരിശിൻ്റെ അനുഭവങ്ങളിലും യേശു അവിടെ തൻ്റെ മുഖത്ത് ക്രൂരഭാവമോ രൗദ്രഭാവമോ മറ്റുള്ളവരോടുള്ള പകയോ വിദ്വേഷമോ അല്ല അവൻ്റെ മുഖത്ത് നിന്ന് ഉണ്ടായത്. പലപ്പോഴും ക്രൂശിൽ തറച്ചു ആളുകളെ കൊല്ലുമ്പോൾ അവർ ഭയാനകമായ വിധത്തിൽ തങ്ങളുടെ മുഖചേഷ്ടകളൊക്കെ മാറുമ്പോൾ യേശുവിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അവൻ്റെ കുരിശിലെ മുഖവും ശാന്തവും സൗമ്യവും കരുണാർദ്രവും ആയിരുന്നു എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. തെറ്റ് ചെയ്യാതെ തന്നോട് തെറ്റ് ചെയ്യുന്നവരെക്കുറിച്ച് അതികഠിനമായി തന്നോട് മറ്റുള്ളവർ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അനുഭവത്തിലും അവരോടെല്ലാം ക്ഷമിച്ചതായിട്ടുള്ള ആർദ്രതയുടെ മുഖമായിരുന്നു യേശുവിനുണ്ടായിരുന്നത്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചോളവും നമ്മൾ മറ്റുള്ളവരുടെ നന്മയുടെ മുഖമാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ആരും മറ്റാരുടെയും ക്രൂരമുഖം കാണുവാൻ താല്പര്യപ്പെടുന്നില്ല. അനുകമ്പയും ആർദ്രതയും വഴിഞ്ഞൊഴുകുന്ന മുഖമാണ് മനുഷ്യനിൽ നിന്ന് മനുഷ്യൻ കണ്ടെത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കൊച്ചു ശിശുക്കൾ ആർദ്രതയില്ലാതെ കനവില്ലാതെ പൗരുഷത്തോടുകൂടെയുള്ള ചെറിയ ചലനങ്ങൾ പോലും അവർ തിരിച്ചറിയും, അവർ മനസ്സിലാക്കും, അവർക്കത് ഭീതി ജനിപ്പിക്കും. മനുഷ്യൻ ഇന്ന് വളരെയധികം ക്രൂരനായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ചെയ്തികൾക്ക് വേണ്ടിയാണ് ഇന്ന് മനുഷ്യൻ മുതിരുന്നത്. ഒരു മനുഷ്യൻ മറ്റൊരുത്തനെ കൊല്ലുന്നത് ഒരു സാധാരണ അപ്പൻ മക്കളെ കൊല്ലുന്നു, മക്കൾ അപ്പനെ കൊല്ലുന്നു, എല്ലാം ഒരു സാധാരണ സംഭവമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരങ്ങളും പോർവിളികളും നിറഞ്ഞിരിക്കുന്നതായ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എന്തിന് നമ്മളെ ചുറ്റുപാടും വസിക്കുന്ന മൃഗങ്ങൾ പോലും മനുഷ്യരുടെ കണ്ണിലേക്കാണ് ആദ്യം നോക്കുന്നതെന്ന് പറയാറുണ്ട്. മനുഷ്യൻ ഒരു മൃഗത്തെ സമീപിച്ചാൽ ആ മൃഗം ആദ്യം നോക്കുന്നത് ആ വ്യക്തിയുടെ കണ്ണിലേക്കാണ്. അപ്പോൾ ആ മൃഗങ്ങൾ എന്തുകൊണ്ടാണ് മനുഷ്യനോട് മൃഗീയത കാട്ടുന്നതെന്ന് ചോദിച്ചാൽ ആ മൃഗങ്ങൾക്ക് മനുഷ്യൻ്റെ മുഖത്തുള്ള ആർദ്രമായ മുഖം കാണുന്നവരിലോട് ഒരിക്കലും ഒരു മൃഗം പോലും അവരോട് ഉപദ്രവം കാട്ടാറില്ല എന്നാണ് പറയുന്നത്. അത് തിരിച്ചറിയുന്നതായ മൃഗങ്ങൾ പോലും അവ തിരിച്ചറിയുന്നു. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവിടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ലോകത്തിലാക്കി ആദാമിൻ്റെ അടുക്കൽ സർവ്വചരാചരങ്ങളെയും കൊണ്ടുവന്ന്, അല്ലെങ്കിൽ സകല മൃഗാദികളെയും കൊണ്ടുവന്ന് പേരിടാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അവനിട്ടതൊക്കെ അവർക്ക് പേരായി എന്നാണ് വായിക്കുക. എന്നാൽ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് മനുഷ്യനെ ഭയപ്പെടുന്നതായ മൃഗങ്ങളെക്കുറിച്ചാണ്. മനുഷ്യനെ പറ്റിയുള്ള ഭയം നിമിത്തം അവ ഓടി രക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. മനുഷ്യൻ്റെ സാന്നിധ്യം പോലും അവയെ പേടിപ്പെടുത്തുന്നു. എന്നാൽ നമ്മൾ അനേകരെ പറ്റി വായിച്ചു കേട്ടിട്ടുണ്ട്, ഹിംസയുടെ അല്പം പോലും ലാഞ്ചനയില്ലാത്ത വ്യക്തികൾ ഏത് വന്യമൃഗത്തെ സമീപിച്ചാലും അവരോട് ആ വന്യമൃഗം ഒരിക്കലും ക്രൗരമായിട്ട് ഇടപെടാറില്ല. അതിനനേക ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അസീസിയിലെ വിശുദ്ധനായുള്ള ഫ്രാൻസിസ് അതിനൊരു ഉദാഹരണമാണല്ലോ. അദ്ദേഹത്തിൽ ഈ ഒരു കരുണയുടെ ആർദ്രതയുടെ മുഖമുണ്ടായിരുന്നത് കൊണ്ടാണ്
തൻ്റെ അടുക്കൽ ഈ വന്യമൃഗങ്ങൾ പോലും വന്ന് ശാന്തതയോടുകൂടെ പാദപീഠങ്ങളിൽ ഇരുന്നത് എന്ന് നമ്മൾ വായിച്ചറിയുകയാണ്. യേശുവിൻ്റെ കണ്ണുകളിൽ ആർദ്രതയുടെ വെളിച്ചം കണ്ടവരാണ് തന്നെ സമീപിച്ച പുരുഷാരവും ശിഷ്യന്മാരൊക്കെ. യേശുവിൻ്റെ കണ്ണുകളിൽ ആർദ്രതയുടെ ആ വെളിച്ചം കണ്ടവർ തന്നെ പിന്തുടർന്നു. കഠിനമായ ദുഃഖങ്ങൾക്കിടയിലും അവർ ആന്തരികമായിട്ടുള്ള ശാന്തിയുടെ കുളിർമയും ശാന്തതയും അനുഭവിച്ചറിഞ്ഞു എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. മനുഷ്യൻ ഇന്ന് മറ്റുള്ളവരുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാകുന്നുവെങ്കിൽ ആർദ്രതയുടെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ ഉറവുകൾ വറ്റിപ്പോയവരായി ഇന്ന് മനുഷ്യൻ തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് യേശുവിനോട് ചേർന്ന് നിൽക്കാം. യേശു നമ്മിൽ ജനിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്നതായ ഭാവം ആർദ്രതയുടെ ഭാവമാണ്. ഒരു പ്രത്യാശയുടെ സമൂഹമായി, മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുന്ന ഇടങ്ങളായി നമ്മുടെ ഇടങ്ങൾ തീരുന്നു. പ്രത്യാശ നൽകുന്ന വ്യക്തികളായി നമ്മൾ തീരുകയാണ്. സഭയെപ്പറ്റി പറയുന്നതാണല്ലോ, ഇതൊരു പ്രത്യാശയുടെ സമൂഹമാണ്. എ കമ്മ്യൂണിറ്റി ഓഫ് ഹോപ്പ്. പ്രത്യാശയുടെ ഒരു സമൂഹമായി ഈ ലോകത്തിന് നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നത് യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ടതായിട്ടുള്ള ആ പ്രത്യാശ തന്നെയാണ്. ദർ ഇസ് നോ ഹോപ്പ് എന്ന് മനുഷ്യൻ നിസ്സഹായാവസ്ഥയിൽ പറയുമ്പോൾ കർത്താവ് പറയും ദർ ഇസ് ഹോപ്പ്. നിങ്ങൾക്ക് ഒരു പ്രത്യാശയുടെ അനുഭവമുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവന് കുറച്ചുകൂടെ ഊർജവും ആർജവും ധൈര്യവും പകരുന്നത് പ്രത്യാശ തന്നെയാണ്. അല്ലെങ്കിൽ മനുഷ്യൻ നിരാശയുടെ ആഴക്കയങ്ങളിൽ ആകപ്പെട്ടു പോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രത്യാശ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ എങ്ങനെ ശ്വാസകോശങ്ങൾക്ക് ഓക്സിജൻ ആവശ്യമായിരിക്കുന്നുവോ അതുപോലെ തന്നെയാണ് മനുഷ്യന് ജീവിതങ്ങൾക്ക് പ്രത്യാശയുടെ അനുഭവങ്ങൾ. ആ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയാൽ മനുഷ്യൻ നിരാശപ്പെട്ടു പോകും. പ്രത്യാശ നഷ്ടപ്പെട്ട് പ്രതീക്ഷ കൈവിട്ട് ജീവിതം ദുസ്സവാഹമായി ഇനിയുമുള്ള യാത്രകളെല്ലാം ഈ ഒരു വിലാപയാത്രകൾ തന്നെയാണ്. തൻ്റെ മുൻപിലെന്ന് കരുതിക്കൂട്ടിയിരുന്ന ഈ സ്ത്രീയുടെ മുൻപിലേക്കാണ് കർത്താവ് ചെന്ന് അവളോട് പറയുന്നത് കരയേണ്ട എന്ന് പറയുന്നത്. മരിച്ചു പോകുന്നതായിട്ടുള്ള മകനോട് പറയാണ് എഴുന്നേൽക്കുക എന്ന് പറയുന്നത്. ഈ വാക്കുകൾ പറയുവാനും ഈ പ്രവർത്തനങ്ങൾ ചെയ്യുവാനുമാണ് നമ്മെ കർത്താവ് ഇന്ന് ആക്കിയിരിക്കുന്നത്. നാം ഇന്ന് ജീവിക്കുന്നതായിട്ടുള്ള കാലഘട്ടം യേശുവിൻ്റെ പ്രത്യാശയുടെ വചനങ്ങളെയോ യേശുവിലുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് ഈ പ്രത്യാശയുടെ അനുഭവങ്ങളെയോ മറ്റുള്ളവർക്ക് നൽകിക്കൊടുക്കുവാനായിട്ട് സാധിക്കുന്ന സമൂഹമായി നമുക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? പ്രതിസന്ധികളുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പറയാറുണ്ട് വിശ്വാസ പ്രതിസന്ധി, അസ്തിത്വ പ്രതിസന്ധി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതെന്താണ്? മനുഷ്യൻ ഇന്ന് നേരിടുന്നതായ ഒരുപാട് ക്രൈസിസ് ആണ്. അവയുടെ മധ്യത്തിൽ ദൈവിക ബന്ധത്തിലും ദൈവിക വിശ്വസ്തതയിലും ജീവിതം നയിച്ചുകൊണ്ട് തമ്മിലുള്ള ദൈവികതയുടെ അനുഭവത്തെ തിരിച്ചറിഞ്ഞ് ദൈവജനത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് വിശ്വാസ സമൂഹമായ നമ്മെ സംബന്ധിച്ച് ഓരോരുത്തരെക്കുറിച്ചും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. യേശു മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്നവനാകുന്നു എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നവരാണ്. മരിച്ചുപോയ ഉയർത്തുന്നേൽപ്പിനും വരുവാൻ ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നുവെന്ന് എല്ലാ വിശ്വാസ പ്രമാണവും ഏറ്റുചൊല്ലുമ്പോൾ എല്ലായ്പ്പോഴും നാം ഏറ്റുപറയുന്നതായിട്ടുള്ള കാര്യമാണ്. നിഖ്യാ വിശ്വാസ പ്രമാണത്തിൻ്റെ 1700ാമത് വാർഷികാഘോഷങ്ങളുടെ വർഷമാണിത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാലാതീത പ്രഖ്യാപനം എന്നാണ് നമ്മുടെ ബഹുമാന്യ മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി ഈ നിഖ്യാവിശ്വാസ പ്രമാണത്തെ പറ്റി പറഞ്ഞതായി പത്രവാർത്തയിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. സഭയുടെ വിശ്വാസ പ്രമാണം അതോരോ കാലഘട്ടത്തിലും സഭ അതിനെ ഉച്ചസ്ഥിരം ഘോഷിക്കുന്നതായ സമൂഹമാണ്. പ്രതിസന്ധിയുടെ മധ്യത്തിൽ വിശ്വാസത്തിൻ്റെ അടിത്തറ, നമ്മുടെ പിതാക്കന്മാർ ആ വലിയ വിശ്വാസത്തിൻ്റെ അടിത്തറയിലാണ് നിലനിന്ന് തങ്ങളുടെ ജീവിതം കെട്ടുമണി ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ ഒരു വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളിൽ ഇന്ന് നിർമ്മിത ബുദ്ധിയുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിപ്പാനായിട്ട് സാധിക്കുന്നുണ്ടോ? സഭയുടെ എക്കാലവും ആദിമ ക്രൈസ്തവ സഭ കൊടിയ പീഡനങ്ങളിലൂടെ കടന്നുപോയതായിട്ടുള്ള സമയത്ത് അവരുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം
ചുരുങ്ങിയ ഏതാനും ചില വാക്കുകളിലായിരുന്നു യേശു ക്രിസ്തു കർത്താവ് എന്നുള്ളതായിരുന്നു. ജീസസ് ഈസ് ലോർഡ്. യേശു കർത്താവ് എന്നുള്ളത് മറ്റനേക കർത്താക്കന്മാരുടെ മധ്യത്തിൽ അവർക്ക് കർത്തൃത്വത്തിന് അടിയറ വയ്ക്കാതെ യേശു കർത്തൃത്വത്തിന് അധികാരിയാകുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അവരൊക്കെ ആ പീഡനങ്ങളെ അഭിമുഖീകരിച്ചവരാണ്. തുടർന്ന് വരുമ്പോൾ യേശുവിൻ്റെ ദൈവത്വത്തെ പറ്റിയും ട്രിനിറ്റേറിയൻ കൺസെപ്റ്റ്, തൃത്വവിശ്വാസം, അതിനെപ്പറ്റിയൊക്കെയും സഭയ്ക്ക് നിർവചിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാകുന്നുവല്ലോ AD 325 കൂടിയതായിട്ടുള്ള നിഖ്യായിൽ കൂടിയതായിട്ടുള്ള വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ആവശ്യകതയുണ്ടായത്. അവിടെയൊക്കെ അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു പുനഃപ്രഖ്യാപനവും നിശ്ചയദാർഢ്യത്തോടുകൂടെയുള്ള ഒരു ഏറ്റുപറച്ചിലുമായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അത് തുടരുന്ന സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ മാത്രം അവസാനിച്ചു പോയ ഒരു വിശ്വാസ പ്രഖ്യാപനമല്ല, പിന്നെയോ തുടരുന്നതായിട്ടുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ഈ നൂറ്റാണ്ടിൽ, ഈ സഭയിൽ, ഈ കാലഘട്ടത്തിൽ നമുക്ക് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം ഇന്ന് തലമുറയിൽ നമുക്ക് ഏറ്റുപറയുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശക്തിപ്പെടേണ്ടത് ആവശ്യമാണ്. ജർമ്മനിയിലെ സഭയെപ്പറ്റിയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നാസി ഭരണത്തിൻ്റെ അധീനതയിലായിരുന്നായിട്ടുള്ള സമയത്ത് അവിടുത്തെ ഏതാനും ന്യൂനപക്ഷം വരുന്നതായിട്ടുള്ള ലൂഥറൻ വിശ്വാസ സമൂഹം അവരെ ഏറ്റുപറഞ്ഞതായിട്ടുള്ള വിശ്വാസ സത്യം, അവരന്നത്തെ നിലനിൽക്കുന്നതായിട്ടുള്ള ഭരണകൂടത്തോട് ഒരു വിധത്തിലും ആ രീതിയിൽ വഴങ്ങിക്കൊടുക്കാതെ, അവരുടെ വിശ്വാസത്തെ ബലി കഴിക്കാതെ അവർ വിശ്വാസത്തോടുകൂടെ നിലനിന്നു. ബാമൺ ഡിക്ലറേഷനൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ പീഡനങ്ങളുടെ മധ്യത്തിൽ അനേകർക്ക് തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടേണ്ടതായിട്ട് വന്നു. അനേകർക്ക് തങ്ങളുടെ വിശ്വാസം മൂലം അനേകർക്ക് തങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളിൽ ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കേണ്ടതായിട്ടുണ്ട്. ഡീട്രിച്ച് ബോൺഹോഫറിനെയൊക്കെ നമ്മൾ വായിച്ചെടുക്കുന്നത് ആ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. ഒരുപക്ഷെങ്കിൽ രക്ഷപ്പെട്ടു പോകാമായിരുന്ന സാഹചര്യങ്ങളുടെ മധ്യത്തിൽ അവർ നിശ്ചയദാർഢ്യത്തോടുകൂടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലോടുകൂടെ നിലനിൽപ്പാനായിട്ട് സാധിച്ചു. ജർമ്മനിയിലെ കൺഫസിങ് ചർച്ചിന്, വിശ്വാസം ഏറ്റുപറയുന്നതായിട്ടുള്ള സഭയ്ക്ക്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളിൽ ഒരു ഏറ്റുപറച്ചിൽ നമുക്ക് ആവശ്യമാണ്. ഈ ഒരു സഭയായിട്ട് നമുക്ക് ഈ ഒരു വിശ്വാസ പ്രഖ്യാപനം ഇന്ന് നടത്തുന്നതിന് സാധിക്കുമോ? ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പറഞ്ഞു. അതൊക്കെ വിശ്വാസ പ്രതിസന്ധികളുടെ അനുഭവത്തിലുള്ള ഏറ്റുപറച്ചിലാണ്. മാർത്തോമാ സഭയുടെ വിശ്വാസ പ്രഖ്യാപനം 10 വർഷം നീണ്ടുനിന്ന കോടതി വ്യവഹാരത്തിലൂടെ യൂഹാനൻ മാർത്തോമാ തിരുമേനി മെത്രാപ്പോലീത്തയായിരുന്ന സമയത്ത് കോടതിയിൽ നമ്മളുടെ വിശ്വാസം നമുക്ക് നിർവചിക്കേണ്ടതായിട്ട് വന്നു. അതിനൊരുപാട് വില കൊടുക്കേണ്ടതായിട്ട് വന്നു. എങ്കിൽ പോലും ആ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ, താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെ, വിശ്വാസ സമൂഹം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ വിശ്വാസത്തെ കോടതിയിലും നിർവചിക്കുകയും ഏറ്റുപറയപ്പെടുകയും സഭയെ റീഡിഫൈൻ ചെയ്യുന്നതിനും പുനർസമർപ്പണം ചെയ്യുന്നതിനും കാരണമായി തീർന്നുവെന്ന് ഫെയ്ത്ത് ഓൺ ട്രയൽ, വിശ്വാസത്തിൻ്റെ വിശ്വാസം വിചാരണയിൽ എന്നുള്ളതായ ആ പുസ്തകത്തിൽ നമുക്ക് വായിച്ചെടുക്കുന്നതിന് സാധിക്കും. ആ നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള കോടതി വ്യവഹാരങ്ങളിലൂടെ എന്താണ് സഭയുടെ വിശ്വാസത്തെ ഉറക്കെ പ്രഖ്യാപിക്കുകയും നിർവചിക്കുകയും ചെയ്യുവാനായിട്ട് ശ്രമിച്ചതും ശ്രദ്ധിച്ചതും. അതുകൊണ്ട് ഇന്ന് സഭ വലിയൊരു വിശ്വാസ പ്രതിസന്ധിയുടെയും കഠിനമായിട്ടുള്ള തീച്ചൂളയുടെ അനുഭവങ്ങളിലൂടെയും കടന്നു പോവുകയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളെ നമുക്കിന്ന് ഈ നാളുകളിൽ ഏറ്റുപറയുവാനും ഉൾക്കൊള്ളുവാനും പുനർനിർവചിക്കുവാനും അത് തലമുറകൾക്ക് നൽകിക്കൊടുക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? അതിനെന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? നമുക്കാദ്യമേ നല്ല ദൈവാവബോധം ഉള്ളവരായിട്ട് തീരേണ്ടിയിരിക്കുന്നു. ദൈവാവബോധമുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ഭീഷണിക്ക് മുമ്പിൽ ആടിയുലയുന്ന ഒരു വിശ്വാസമല്ല, അത് വിശ്വാസമല്ല. എന്നാൽ വിശ്വാസം അതിൻ്റെ പരിശോധനയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മെ ശരിയായ വിശ്വാസത്തിൻ്റെ നിലപാടുകളിലേക്ക് നയിക്കും എന്നുള്ളതിൻ്റെ ആശംസ. അതുകൊണ്ട് പരിശോധിക്കപ്പെടാത്ത വിശ്വാസം വിശ്വാസമല്ല. എന്നാൽ വിശ്വാസത്തിൻ്റെ പരിശോധനയുടെ അനുഭവങ്ങളിൽ നാം ഏറ്റുപറയുന്നതായിട്ടുള്ള
വിശ്വാസാനുഭവങ്ങൾ, നമ്മുടെ നിലപാടുകൾ അത് എന്നും നിലനിൽക്കുന്നതായ, മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതായ ഘടകമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, 3-ാം അധ്യായത്തിൽ പറയുന്നു, കത്തുന്നതായിട്ടുള്ള തീച്ചൂളയുടെ മധ്യത്തിൽ 7 മടങ്ങ് അതിൻ്റെ തീ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള സമയത്ത് അവിടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നതായ 3 യുവാക്കൾ, അവരെടുത്തതായിട്ടുള്ള വിശ്വാസത്തിൻ്റെ നിലപാടുകൾ അത് അവരായിരുന്നതായിട്ടുള്ള സമൂഹത്തെ സ്വാധീനിക്കുന്നതിനും മറ്റുള്ളവരിൽ വിശ്വാസം ജനിപ്പിക്കുന്നതിനും കാരണമായി തീർന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമുക്കൊരു ജീവിതത്തിൽ നമുക്ക് ഈ ഒരു വിശ്വാസത്തിന് എനിക്കൊരു സ്ഥാനമുണ്ട്, എനിക്ക് എൻ്റെ പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും ആശ്രയിപ്പാനായിട്ട്, ഇന്ന് നമ്മൾ പാടിയതായിട്ടുള്ള പുതിയ പാട്ടുകളിലൊക്കെ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു അർത്ഥം അതാണ്. വിശ്വാസത്തിൻ്റെ പ്രതിസന്ധിയിലും പരിശോധനകളിലും ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന് നാം വിശ്വസിക്കുകയും ഉറച്ച നിലപാടുകൾ എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തെ നമുക്ക് സ്വാധീനിക്കുന്നതിനും നമുക്ക് തലമുറകളിലേക്ക് ഈ വിശ്വാസത്തെ ജനിപ്പിക്കുന്നതിനും കാരണമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരുപാട് നിസ്സഹായത നിറഞ്ഞ സാഹചര്യത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈ വിധവയെ പോലെ നാമും ഒരുപക്ഷെങ്കിൽ നിസ്സഹായതയുടെ അനുഭവങ്ങളിൽ ആയിരുന്നിരിക്കാം. എന്നാൽ നമ്മളുള്ള വിശ്വാസം നമുക്ക് ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. ആ വിശ്വാസത്തിൻ്റെ ഉറപ്പോടുകൂടെ ഈ നാളുകളിൽ ജീവിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. യഹോവ എൻ്റെ വെളിച്ചവും രക്ഷയുമാകും, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കുമെന്ന 27-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്. ഈ അതിജീവനത്തിൻ്റെ പ്രത്യാശയാണ് വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളിലൂന്നി വിശ്വാസ സ്ഥിരതയിൽ നിലനിന്നുകൊണ്ട് നമുക്ക് നിലനിൽപ്പാനായിട്ട് സാധിക്കും. ഇവിടെ ഭർത്താവിനെയും ഏക ആശ്രയമായിരുന്നതായിട്ടുള്ള ആ മകനെയും നഷ്ടപ്പെടുന്നതായിട്ടുള്ള അനുഭവത്തിലും ഈ മനസ്സലിവുള്ള കർത്താവ് അവരുടെ അടുക്കിലേക്ക് ചെന്ന് കരയേണ്ട എന്ന് പറഞ്ഞ് അടുത്ത് ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു, ബാല്യക്കാരായി എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് അവനെ തുടർന്ന് നമ്മൾ കാണുന്നത് മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഈ ഒരു ഉത്തരവാദിത്വം നമ്മെ ഓരോരുത്തരെയും ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഭയം പിടിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് കാരണമായി തീർന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ നമ്മെ തളർത്തിക്കളയുവാനല്ല, വിശ്വാസത്തിൻ്റെ പരിശോധനകൾ നമ്മെ തളർത്തിക്കളയുന്നതിന് വേണ്ടിയല്ല, ഈ നിസ്സഹായയുടെ അവസ്ഥ നമ്മെ തളർത്തിക്കളയുന്നതിന് വേണ്ടിയല്ല, പിന്നെയോ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവർ നമ്മെ വിധി എഴുതി ഇനി ഇവൾക്കൊരു ലക്ഷ്യമില്ല എന്ന് ചിന്തിച്ച് അവളോടൊപ്പം സഹതാപം കാണിക്കുന്ന സമൂഹമായി മാത്രം തീരുന്നതിന് വേണ്ടിയല്ല, പ്രത്യാശയിൽ വീണ്ടെടുക്കുന്ന സമൂഹമായും തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു പ്രത്യാശയുടെ സമൂഹമായി, വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുന്ന സമൂഹമായി, ജീവൻ്റെ തുടിപ്പുകളെ പരീക്ഷിക്കുന്ന സമൂഹമായി ഈ നാളുകളിൽ നിലനിൽക്കുന്നതിനുള്ള വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും അതിനെ ഇടയാക്കുമാറാകട്ടെ. ദൈവവചനം ജീവനും ശക്തിയും ആകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ